വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം ചിരിയിൽ മുഴുവർണ്ണ പീലികൾ കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ ചിറകുള്ള മിഴികൾ നനയുന്ന പൂവുകൾ മനസ്സിന്റെ ഓരം ഒരു മലയടിവാരം അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അറിയാതെ പിടയും വിരലിന്റെ തുമ്പുകൾ അതിലോലലോലം അതുമതിമൃദുഭാരം അതിനൊരു പുതിയ ലഹരിയോ അറിയാമോ നിനക്കറിയാമോ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം
തെന്നൽ വിശറി വീശിയിടവഴിയരികിൽ കുളിരരുവികൾ അലകളും ഞൊറിഞ്ഞലസമായൊഴുകി. കുഞ്ഞു തെന്നൽ വിശറി വീശിയിടവഴിയരികിൽ കുളിരരുവികൾ അലകളും ഞൊറിഞ്ഞലസമായൊഴുകി. പൊന്നു പൂത്ത താഴ്വരയിൽ പുതുമണമിളകി. പുതുമണമിളകി. തടങ്ങളിൽ കയങ്ങളിൽ കരിമികൾ തഴുകി. തണ്ടുലഞ്ഞില്ല തണ്ടി ചെണ്ടുണർന്നില്ല. കിളിക്കൊമ്പിൽ തക്കിളിക്കൊമ്പിൽ കിളി പറന്നില്ല. ചുറ്റും കളമിറങ്ങില്ല. ചമയമാർന്ന മലയുടെ മറവിൽ ചെറുകുരുവികളിണകളോടൊത്തു ചിറകുകൾ ഉരുമ്മി. ചായമിട്ട് ചമയമാർന്ന മലയുടെ മറവിൽ ചെറുകുരുവികളിണകളോടൊത്തു ചിറകുകൾ ഉരുമ്മി. നീലമേഘമാലകളാൽ നിഴലുകൾ മിഴുകി. വനങ്ങളും ചുരങ്ങളും കളികളിൽ മുഴുകി. പൂവിരിഞ്ഞില്ല പൂവിൽ തേനുറങ്ങില്ല. മുത്തുകിഴങ്ങും മുന്തിരിച്ചത്തിൽ മുളവിരിഞ്ഞില്ല. ചുറ്റും നിറമലിഞ്ഞില്ല.
പൊല്ലാപ്പൻ ഇനി ആരെങ്കിലും വരുമോ പിള്ളേരെ? ഇല്ലേ? ആ, വന്നാലും വിട്ടുകൊടുക്കൂല ഞാൻ. കഥ പറയാം കാക്ക, വേഷം മാറിയ ചെന്നായുടെ ചെറുകഥ പറയാം കാക്ക. ഒരു മലയരികിൽ ഒരു പുൽപ്പരപ്പിൽ കുറെ ആടുകൾ മേഞ്ഞിരുന്നു. അപ്പോൾ അതുവഴിയെ ഒരു പടുകിഴവൻ ചെന്നായ വലഞ്ഞെത്തി. ഒരു നാടുകൾ തൻ രുചിയൊന്നറിയാൻ അവനന്നൊരു കൊതിയിളകി. ഉടനാ കിളവൻ ചെന്നായതിനായൊരു സൂത്രമെടുത്തല്ലോ. ആട്ടിടയൻ കൊന്നുരിച്ചെറിഞ്ഞിട്ടോരാട്ടിന്റെ തോലണിഞ്ഞ് കൂട്ടത്തിൽ ചേർന്നവൻ ആടുകളോടൊപ്പം ആലയിൽ ചെന്നെത്തി. അങ്കിൾ ആന്റി, ഞങ്ങളെ ഈ കഥ കേൾക്കൂ. തന്ത്രമെടുത്തവനെങ്കിലും പിന്നീടെന്തായി? സംഭവമെന്തായി? അത്താഴത്തിനൊരാടിനെ വെട്ടാൻ ഇടയൻ വന്നെത്തി. പതിവും പടിയൊരു തടിയനെ അന്നവൻ അതിനായി കണ്ടെത്തി. അതെ, ആ ചെന്നായായിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായങ്ങനെ ഇടയന്റെ ഇരയായി. വേഷം കെട്ടൽ ദോഷം ചെയ്യുമെന്നങ്ങനെ വെളിവായി. ആന്റി, ഞങ്ങളോടൊപ്പം പാടൂ. വേഷം കെട്ടിയ ചെന്നായുടെ കഥ ഞങ്ങളോടൊപ്പം പാടൂ. ഒരു മലയരികിൽ ഒരു പുൽപ്പരപ്പിൽ കുറെ ആടുകൾ മേഞ്ഞിരുന്നു. അപ്പോൾ അതുവഴിയെ ഒരു പടുകിഴവൻ ചെന്നായ വലഞ്ഞെത്തി. ഗുഡ് നൈറ്റ്. നമ്മൾ പിന്നെ വരാം. വാ. ആന്റി, ആ വാ. എന്താ ഇത്? എന്താ ഇത്? ആന്റി, ഇന്നേക്കാണ് തരാൻ.
ഇതാ പിടിച്ചോളി. എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം ഖാദർ. അത് കഴിച്ചു മതി. ആയിക്കോട്ടെ. എന്താ നോക്കുന്നേ? മീശ. അഞ്ചെട്ടെണ്ണുണ്ട്. ആന്റി പറയാണ് ഇനി പഴയ പോലെ കുട്ടിക്കളി ഒന്നും പാടില്ല, അടങ്ങിയും ഒതുങ്ങിയും കഴിയണമെന്ന്. അപ്പോ അനി ഇത്രയും നാൾ ചാടി നടക്കായിരുന്നു? വിനു വലുതാവുമ്പോ മേത്രങ്ങളിലെ പോലെ വലിയ മീശ വെക്കോ? എനിക്ക് അങ്ങനത്തെ മീശ ഇഷ്ടം. അയ്യേ വിനു. അനി, ഞാനിപ്പോ ശരിക്കും പഠിച്ചു. ഇതേ കണ്ട. എന്താ നോക്കുന്നേ?
വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം ചിരിയിൽ മുഴുവർണ്ണ പീലികൾ കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ ചിറകുള്ള മിഴികൾ നനയുന്ന പൂവുകൾ മനസ്സിന്റെ ഓരം ഒരു മലയടിവാരം അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അറിയാതെ പിടയും വിരലിന്റെ തുമ്പുകൾ അതിലോലലോലം അതുമതിമൃദുഭാരം അതിനൊരു പുതിയ ലഹരിയോ അറിയാമോ നിനക്കറിയാമോ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം ചന്തയ്ക്ക് പോണ വഴിക്ക് കൂപ്പിലെ ചായക്കടയെന്നാ നമ്മൾ പേപ്പർ കണ്ടത്. കുട്ടികളുടെ പടം ഉണ്ടായി. അവര് തെരഞ്ഞു നടക്കാൻ തുടങ്ങിക്കണെന്ന് അതിന്റെ അർത്ഥം. തെരഞ്ഞു നടന്നോട്ടെ, ഏതായാലും അവര് ഈ കാട്ടിൽ വന്ന് ഇവരെ പിടിക്കാൻ പോണില്ല എന്ന് പറഞ്ഞൂടാ മേജറെ. കുട്ടികളെ സൂക്ഷിക്കണം. പിന്നെ അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കരുതിട്ടാ. ഞങ്ങളെ പിടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ, അന്റെ ഒരു വർത്തമാനം കേട്ടാ തോന്നുന്നു അന്റെ ഒരാളുടെ സമ്മ ഇല്ലാഞ്ഞിട്ടാ ഓര് നിങ്ങളെ പിടിക്കാത്തീർന്നു. എന്നാ പിന്നെ വലിയ ബീമ്പത്തോടൊന്നും പറയണ്ട. സൂക്ഷിച്ചിവിടെ കഴിഞ്ഞോളി. ആ
തേൻ. ആ ആ വിനു, ഇതെന്ത് പറ്റി? വീണതാ. സൂക്ഷിച്ചു നോക്കി നടന്നില്ലെങ്കിൽ ഇത് കാടാ, എല്ല് കാണുകയല്ല. ഇന്ന് ആന്റി പുതിയൊരു കഥ പറഞ്ഞുതരാം. ഉറക്കം വരുന്ന ആന്റി, ഞാൻ കിടക്കാൻ പോവാ. നീ മതിയാക്കിയോ? എന്നെ തൊടണ്ട. കാതർക്കയോട് കുറച്ച് ജാതിത്തെ കൊണ്ടുവരാൻ പറയണം. ഇപ്പള്ള കൃഷിയൊന്നും പോരാഞ്ഞിട്ടാ? നീ നോക്കിക്കോ, ഈ പാറയുടെ കീഴ്ഭാഗം മുഴുവൻ ഞാൻ കൃഷി ഇറക്കും. എന്നിട്ട് ഇത് വലിയൊരു എസ്റ്റേറ്റ് ആക്കും. എന്നിട്ട് അതില് വലിയൊരു ബംഗ്ലാവ് പണി. എന്നിട്ട്
ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് നമ്മളെ കുട്ടികൾ ഓടിക്കളിക്കും. കടിക്കരുത്, വൈരക്കല്ലാണ്. അകത്ത് പോയാലുണ്ടല്ലോ ചത്തുപോകും.